ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം നടക്കുന്ന ആ ദിവസമാണ് കേട്ടോ അവിടെ ശാലിനി ഇങ്ങനെ എത്തുന്നത് കേട്ടോ. അങ്ങനെ ശാലിനി വന്ന് കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി ഫ്രോഡാണ് എന്നുള്ള സത്യഭാമയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ സത്യഭാമ പറയാണ്, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ട്, ആവശ്യമില്ലാത്ത സംസാരം ഈ വീട്ടിൽ വേണ്ട എന്ന് സത്യഭാമ പറയാനേട്ടാ. അപ്പോൾ ഇതേ സമയം വിഷ്ണു പറയണ, മതി അമ്മേ, അമ്മയുടെ മുന്നിൽ ഞാൻ ഇത്രയും നാളും ഒരു നാടകമാണ് കളിച്ചത്, ശാലിനി പറഞ്ഞത് സത്യമാണ് എന്ന് പറയുമ്പോൾ സത്യഭാമ, എടാ വിഷ്ണു നിർത്ത്, മതി, നിന്റെ കളി വേണ്ട എന്ന് പറയണേട്ടാ. ഉടൻ തന്നെ ശാലിനി പറയാണ്, സത്യമേ, എനിക്കൊരിക്കലും വിഷ്ണുവേട്ടൻ്റെ ജീവിതം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്, എൻ്റെ ഭർത്താവാണ് വിഷ്ണുവേട്ടൻ, പിന്നെ ആ അധികാരങ്ങളൊന്നും ഞാൻ എടുക്കാത്തത് സത്യഭാമയെ മാനിച്ച് മാത്രം. സ്വന്തം അമ്മയിൽ നിന്ന് മകനെ വേറെടുത്ത് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് സത്യമേ ഞാൻ കണ്ടിരിക്കുന്നത്. ഈ കാർത്തിക ഒരാളെ വിവാഹം കഴിക്കാൻ കതിർ മണ്ഡപത്തിൽ നിന്ന് ഓടി വന്ന ആളാണ്. അന്ന് ജയശങ്കർ പറഞ്ഞ അതേ കഥയാണ്. ആ ആള് ജയശങ്കറാണ്. പക്ഷെ കാർത്തികയുടെ ലക്ഷ്യം നിങ്ങളുടെ മകനെ സ്വന്തമാക്കുക എന്നുള്ളതല്ല. ഹർഷൻ എന്ന് പറയുന്ന ഒരാളെ അവൾ സ്നേഹിച്ചിരുന്നു. ആ ആളെ കണ്ടപ്പോൾ ഇപ്പോൾ കാർത്തിക പോയി എന്ന് പറയാനിട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കുകയാണ്, നേരാണോടോ, സത്യമാണേടോ എന്ന് പറയുമ്പോൾ, ഇനി മതി, നിർത്തമ്മേ, ഇനി അമ്മ എൻ്റെ കാര്യങ്ങളിൽ വല്ലാതെ ഇടപെടേണ്ട. ഈ നിൽക്കുന്നത് ഇതെൻ്റെ ഭാര്യയാണ്, നിയമപരമായും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ഇവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവിടെ സന്തോഷമാവണേട്ടാ. സത്യഭാമക്ക് ഒരക്ഷരം ആളുകളുടെ ഇടയിൽ ശബ്ദിക്കാനാവുന്നില്ല. ഇതേ സമയം വിഷ്ണു പറയാണ്, എന്നും അമ്മയുടെ എടുത്തുചാട്ടമാണ് എന്നെ ഈ ഒരു അവസ്ഥയിലെത്തിയ അമ്മയുടെ എടുത്തുചാട്ടം കൊണ്ട് തന്നെ എനിക്ക് അമ്മയോട് ഒന്നും തന്നെ പറയാനാവുന്നില്ല. അമ്മയാണ് ഞങ്ങളുടെ ജീവിതം തകർത്തത് എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ അങ്ങ് പൊട്ടിക്കരയുന്ന ആ ഒരു മാനസികാവസ്ഥ സത്യഭാമക്ക് വരികയാണ്. ഈശ്വര, ഇവനെ എന്താ ഈ പറയുന്നത്, എന്ത് അർത്ഥത്തിലാണ് ഇവനീ സംസാരിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, ഞങ്ങളുടെ ജീവിതം തകർത്തത് അമ്മയാണ് ഞങ്ങളുടെ ജീവിതം തകർത്തത്. എൻ്റെ ജീവിതത്തിലോട്ട് കാർത്തിക എന്ന് പറയുന്ന പെണ്ണ് വന്നിരിക്കുന്നത് ഒരു നാടകക്കാരിയുടെ റോളുമായാണ്. അവൾക്കൊരു നാടകക്കാരിയുടെ റോളുള്ളൂ എന്ന് പറയുമ്പോൾ, എടാ വിഷ്ണു വേണ്ട, ഇത്രയും ആളുകളുടെ മുന്നിൽ നീ നിൻ്റെ അമ്മയാണ് ഈ കുറ്റം പറയുന്നത്. അല്ല അമ്മ, പറയാനുള്ളത് പറയണം. ഇതെൻ്റെ ഭാര്യ ശാലിനി. ഇവൾ എന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. ഇവളെ എന്നും എന്നിൽ നിന്നും അടർത്തി മാറ്റിയിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. എടാ വിഷ്ണു, ഇവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലടാ. 5-6 വർഷങ്ങൾക്ക് ശേഷം ഇവളെ ആരുടെ കുഞ്ഞുമായി വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ ശാലിനിയെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ ശാലിനി എന്നിൽ നിന്നും അടർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ശാരീരിക അവസ്ഥ ആലോചിച്ചാണ്. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ മാത്രമാണ്. എന്ന അമ്മ ഒരു കഥ കേട്ടോ, മധുഷി എന്ന് പറയുന്നവൾ ഫ്രോഡാണ്. അവൾ കള്ളും വെള്ളവും വെട്ടിച്ചും തട്ടിച്ചും ഒക്കെ നടക്കുന്ന ഒരു പെണ്ണാണ്. ശാലിനിയുടെ കൂടെ ഈ പറയുന്ന IAS ട്രെയിനിങ്ങിൽ ഉണ്ടായിട്ട് അവൾ ഈ സംഭവം ശാലിനി വെളിപ്പെടുത്തിയപ്പോൾ ശാലിനിയോടും നമ്മുടെ കുടുംബത്തിനോടും പ്രതികാരം ചെയ്യാനാണ് അവൾ എത്തിയത്. അവളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഞാൻ ഈ കാർത്തികയെ കണ്ടു. ഈ കാർത്തിക മരണത്തിലോട്ട് പോവാന്ന് കണ്ടപ്പോൾ ഞാൻ അവളെ രക്ഷിച്ചതാണ്. അപ്പോൾ അവൾ പറഞ്ഞ വഴിയാണ് ഞാനും ഈ പറയുന്ന അമ്മയുടെ ഈ പറയുന്ന കാർത്തികയുമായുള്ള വിവാഹ നാടകം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അവൾക്ക് ഒരു താലി പോലും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം എന്നൊക്കെ പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യമ്മ, മോനെ, എന്നോട് നീ ഈ ചതി പറയരുത്, ഇവളെ കെട്ടാൻ വേണ്ടി നീ പച്ചക്കള്ളം പറയരുത്. ഉടൻ തന്നെ സത്യാമ്മയുടെ മുന്നിൽ ശാലിനി അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യാമ്മയെ അറിഞ്ഞുകൊണ്ട്, സത്യാമ്മക്ക് ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, എല്ലാത്തിലും പഴി ചാരുന്ന സത്യാമ്മ എന്നെയാണ്. പക്ഷേ സത്യാമ്മ കാര്യങ്ങൾ അറിയാതെ എടുത്ത് ചാടിയും കൊണ്ട് സത്യാമ്മ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും സത്യാമ്മയുടെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ വിഷ്ണു ഷാലിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കണേട്ടോ. എന്നിട്ട് പറയണേ, ഷാലിനി ഇനി നീ കരയരുത്, ഞാൻ കാരണം, എൻ്റെ അമ്മ കാരണം നിൻ്റെ കണ്ണിൽ നിന്നും ഇനി ഒരു കണ്ണുനീർ തുള്ളികൾ ഉണ്ടാവാൻ പാടില്ല. അത് ഈ വിഷ്ണുവിനെ സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അമ്മയോട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അമ്മേ, ഇവിടെ അമ്മക്ക് തെറ്റുപറ്റിയത് എവിടെയാണ്? ശാലിനി ഗർഭിണിയാണെന്ന സത്യം അറിഞ്ഞതിലല്ലേ? ശാലിനി ഗർഭിണിയല്ലായിരുന്നു, ശ്യാമയായിരുന്നു ഗർഭിണി. ശ്യാമ ഗർഭിണിയാണെന്ന് പറയുന്നതിന് മുന്നേ അമ്മ തന്നെയാണ് അന്ന് ശാലിനി ഗർഭിണിയാണെന്ന സത്യം പുറത്ത് പറഞ്ഞത്. പിന്നെ അമ്മയോട് തിരുത്തില്ലല്ലോ, ഒരാൾക്ക് സംസാരിക്കാൻ ഒരിടം അമ്മ തന്നില്ലല്ലോ. അമ്മ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുകയും അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് നീക്കുകയും ചെയ്തു. പിന്നീട്
സീമന്ത ചടങ്ങും ഒക്കെ അമ്മ തന്നെ ഉണ്ടാക്കി. പക്ഷെ അതിൽ സുസ്മിത കളിച്ചു. സുസ്മിത ഈ സത്യങ്ങൾ പറഞ്ഞു. അപ്പോഴും അമ്മ ആരാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്ന് അമ്മ ചിന്തിക്കുന്നില്ല. ഞാനാണ് അമ്മയോട് ഈ കള്ളം പറഞ്ഞത്. പക്ഷേ അമ്മ ഇവിടെ പ്രതിയാക്കിയത് ശാലിനിയാണ്. അമ്മയാണ് ശാലിനിയെ ഇറക്കി വിട്ടത്. പിന്നീട് അമ്മ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ അമ്മ മറന്നുപോയോ? ക്ഷാമ അവിടെ ഗർഭിണിയാക്കുകയും പിറ്റേ ദിവസം ശാരദാമ്മയുടെ കൂടെ ശാലിനിയോട് ഇറങ്ങിപ്പോവാൻ പറയുകയൊക്കെ അമ്മ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമ പൊട്ടി കരയാനേട്ടാ. സത്യഭാമക്ക് ആകെ സങ്കടമാവാണ്. അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യ എന്ന് പറഞ്ഞത് ഇവളാണ്. ഇവളുമായിട്ടൊരു ജീവിതമേ ഉള്ളൂ. കോമാളിയെ പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ അമ്മ പറയുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും മുന്നിൽ ഞാൻ കഴുത്ത് നീട്ടാൻ, സാധാരണ പെണ്ണുങ്ങളാണ് ഇങ്ങനെ താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടാറ്. പക്ഷേ ഇവിടെ അമ്മ എന്നെ കാട്ടുന്നത് എന്താണ്? ഒരാണിൻ്റെ വില പോലും കളഞ്ഞും കൊണ്ട് അമ്മ ആദ്യം എനിക്ക് സുസ്മിതയെ കൊണ്ടുവന്നു, പിന്നീട് വേറൊരുത്തിയെ കൊണ്ടുവന്നു, പിന്നീട് എനിക്ക് കൊണ്ടുവന്നു ഒരു രാക്ഷസിയെ. എന്നാൽ സുസ്മിതയെ പോലെ തന്നെ അവളും എൻ്റെ ജീവിതം തകർത്തു. എന്നാൽ പിന്നെ വന്നത് കാർത്തിക. അവളും ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയപ്പോഴും അവളെ അമ്മ എന്നിലോട്ട് വലിച്ചഴിച്ച് ഈ ശാലിനി ഇല്ലായിരുന്നെങ്കിൽ അവളും എൻ്റെ ജീവിതം തകർത്തിരുന്നില്ലേ? എന്താണ് അമ്മ എന്നെ മനസ്സിലാക്കാത്തത്? എൻ്റെ മനോവിഷമം എന്താ അമ്മ മനസ്സിലാക്കാത്തത്? ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ്. എൻ്റെ ശാലിനി എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ല, അമ്മക്കാണ് തെറ്റ് ചെയ്തത്. അമ്മക്ക് അത് തോന്നലാണ്. തെറ്റിദ്ധാരണയിലൂടെ അമ്മ ശാലിനിയെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അല്ലാതെ ഒരു കുഴപ്പവും എൻ്റെ ശാലിനിക്കില്ല. എല്ലാ തെറ്റും അമ്മയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ സത്യഭാമക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. തൻ്റെ മകൻ തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നത് കാണുമ്പോൾ തനിക്ക് താങ്ങാനാവാതെ പൊട്ടി സത്യഭാമ കരയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ, ഇനി എനിക്കൊരു ജീവിതമില്ല. ഇനി അമ്മയുടെയും അച്ഛൻ്റെയും വാലി തൂങ്ങി ഞാനൊരു നടത്തമില്ല. കാരണം നോക്കിയ കണക്കും എനിക്ക് ചെയ്തു തന്ന കണക്കും കേട്ട് മടുത്തു. ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ജീവിക്കണം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈകൾ പിടിച്ച് അവിടെ നിന്നും പോകുമ്പോൾ ഇതിൽ പ്രീതി വരുന്നുണ്ട് കേട്ടോ. ഈ വിവാഹത്തിന് ശരിക്കും റീമേക്കിൽ പ്രീതി എത്തുന്നുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല. പ്രീതിയും അർജുനൊക്കെ എത്തുന്നുണ്ട്. ആ സമയം രാഘവനും പ്രീതിയും ഒരേ സ്വരത്തിൽ മോനെ അവിടെ നിൽക്കുക എന്ന് പറയണം. അപ്പോൾ ആ നിമിഷം അവിടെ നിന്ന് പോവാണ്. എന്നാൽ ശാലിനിക്ക് ആ പിടിച്ച കൈ വിടുമോ എന്നൊരു പേടി ശാലിനിക്കുള്ളിൽ വരുമ്പോൾ പ്രീതി പറയുന്നത്, ഇനി വിഷ്ണുവേട്ടൻ ഒരു കടുത്ത തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ശാലിനിയുടെ കഴുത്തിൽ വിഷ്ണുവേട്ടന് ഒരു താലി കെട്ടണം എന്ന് പറയണട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ രാഘവൻ പറയണ പിള്ളേ കർമ്മങ്ങൾ ചെയ്തോളൂ, നമ്മുടെ ശാലിനിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടട്ടെ. അവരെത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കാൻ പോവാണ്. അതുകൊണ്ട് ഭാമക്ക് തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഇനി തീരുമാനം വിഷ്ണു എടുത്ത സ്ഥിതിക്ക് ഭാമയെ നിനക്ക് തടസ്സമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയാ ഇല്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സത്യഭാമ കൺമുന്നിൽ നിർത്തി തന്നെ വിഷ്ണു വീണ്ടും ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടി തൻ്റെ ഭാര്യയായി നാടും നാട്ടുകാരും അറിയെ സ്വീകരിക്കുകയാണ്. കാർത്തികയുടെ വിവാഹം നടത്താൻ വെച്ചതിൽ ഒരുപാട് ആളുകളെ വിളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയ ഒരു IASകാരി തൻ്റെ ശാലിനി എത്രയോ നാൾ തനിക്ക് വിട്ടുപോയ ആ ഒരു സത്യം എല്ലാവർക്കും മുന്നിൽ പ്രീതി മുഖേന താലികെട്ട് നടത്തണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കി സത്യഭാമ ഇനി ജയിലിൽ പോകുന്ന ഒരു സംഭവമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്കമിങ് റിവ്യൂസാണ്. ഇന്നോ നാളെ നടക്കുന്ന റിവ്യൂ അല്ല, കുറച്ചും കൂടി അങ്ങ് കഴിയണം. ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്തായാലും അടുത്ത ആഴ്ചക്ക് ശേഷം ഉണ്ടാവും. എന്തായാലും അങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത്. അപ്പം സത്യഭാമ ഇനി ജയിലറക്കുള്ളിൽ പോയി അവിടെ കിടന്ന് വിതുമ്പിക്കറിയുന്ന ആ ഒരു സീനുണ്ട്. പിന്നീട് ശാരദാമ്മയുടെ കാൽ പിടിക്കാൻ വരുന്നൊരു സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത തെറ്റുകൾക്കെല്ലാം എണ്ണി ഉത്തരം പറയുന്ന സത്യഭാമയുടെ ആ നാളുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. അതിനു മുന്നേ കുറച്ചും കൂടിയും മലയാളത്തിൽ എപ്പിസോഡുകൾ ഉണ്ട് ഈ ഒരു എപ്പിസോഡ് എത്തുന്നതിന് മുന്നേ കേട്ടോ.